ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വൈകുന്നേരം ഒരു കട്ടൻ ചായയുടെ കൂടെ ചൂടോടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടല മസാലയുടെ റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. നമുക്കിത് ഒരു ഹെൽത്തി സ്നാക്കായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ രാത്രിയിൽ സൈഡായിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കടല മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് കടല നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി കടല വേവിക്കാനായിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിലൊക്കെ വേണ്ടി വരും. സാധാരണ നമ്മൾ കടല വേവിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം കുക്കർ തുറന്ന് നോക്കിയപ്പോൾ കടലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കണം. കണ്ട ഇതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ വെള്ളത്തിൽ നിന്നും ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് വേണം നമ്മളിത് മസാല ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. സവാള ഒരുപാട് വഴന്നു പോകരുത്, ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. സവാള ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. കുറച്ച് മാത്രം പൊടികളാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ഞാൻ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. ചിക്കൻ മസാല അല്ലെങ്കിൽ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ കടലയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഈ മസാലയിലേക്ക് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതി. എന്നിട്ട് മസാലപ്പൊടികളുടെ ആ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് 1 മിനിറ്റോളം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം ക്യാപ്സിക്കം പൊടിയായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കടല മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇടയ്ക്ക് ക്യാപ്സിക്കം ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുള്ള കടല മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിക്കാം. ഈ മസാലയൊക്കെ കടലയിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതും, ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തതും, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം നാരങ്ങാനീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർക്കുമ്പോൾ ഒരു നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി കൂടിയാണ്. അതുപോലെ വൈകുന്നേരം നമുക്ക് കട്ടൻ ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. മാത്രമല്ല നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സൈഡായിട്ടും ചോറിൻ്റെ കൂടെ സൈഡായിട്ടും ഒക്കെ കഴിക്കാം. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.